വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. Iamilhan. ഇന്നൊരു കുഞ്ഞ് പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ പ്ലാന്റ് ഹണ്ടിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമുക്ക് സ്ഥിരമായിട്ട് പ്ലാന്റ് ഹണ്ടിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന ചെടികളല്ലാതെ നമുക്ക് ഇതുവരെ ഹണ്ടിങ്ങിലൂടെ കിട്ടാത്ത കുറച്ച് ചെടികൾ കിട്ടിയ ഒരു ഹണ്ടിങ് വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമാണ് എനിക്കുള്ളത് ഈ ഒരു പ്ലാന്റ്സൊക്കെ നിങ്ങളെ കാണിക്കുന്നതിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് കോതമംഗലത്ത് നിന്ന് പെരുമ്പാവൂർക്ക് പോകുന്ന വഴി നങ്ങേലിപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. റോഡ് സൈഡിൽ തന്നെ ഒരു പോക്കറ്റ് റോഡിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇൻഡോറിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ പ്ലാന്റ് ആണ്. ബേർഡ് പാരഡൈസ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ജിയാൻ ബേർഡ് പാരഡൈസ് എന്ന് പറയും. അതായത് കുറച്ച് വലിയ ഒരു ഭീമൻ ചെടിയാണിത്. കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമിലോ ഹാളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് കുറേ അധികം ചെടികൾ ഈ റോഡ് സൈഡിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആ ചെടിയാണ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഹണ്ടിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ചെടിയുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഒക്കെ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഭംഗി ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് ഈ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെയൊന്നും അധികം ഷോപ്പിൽ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ കോതമംഗലത്ത്. അപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഈ ചെടി വാങ്ങിക്കുമ്പോൾ നല്ല വിലയുണ്ടെന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത്. അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആയിട്ടാണ് കണ്ടത്. നമ്മുടെ നാട്ടിലൊന്നും ഈ പ്ലാന്റ് അങ്ങനെ ആരും ഇൻഡോറിൽ വെച്ചും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഫോറിൻ കൺട്രീസിലൊക്കെ മിക്ക വീടുകളിലും തന്നെ ഈ പ്ലാന്റൊക്കെ ഇരിക്കുന്നത് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ കാണുമ്പോൾ അതിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. പക്ഷേ ഈ ഒരു പ്ലാന്റ് കൊണ്ടുപോയി വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് വീടല്ല എനിക്കുള്ളത്. എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഈ വഴിക്കേ കൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് വന്ന് കളക്ട് ചെയ്യാം. ഒത്തിരി പ്ലാന്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു കൂട്ടമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. പറിച്ചുകൊണ്ട് പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് എനിക്ക് ആദ്യം കിട്ടിയത് നമ്മുടെ ഹണ്ടിങ്ങിലൂടെ. കോതമംഗലത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ ഈ പ്ലാന്റൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ ചോദിക്കും ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നാടുകാണി പോകുന്ന ഒരു വഴിയാണ്. കോതമംഗലത്ത് നിന്ന് മലയൻകീഴിൽ നിന്ന് നാടുകാണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു റബ്ബർ തോട്ടമാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് അടുത്ത പ്ലാന്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഈ പ്ലാന്റ് കാണുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു സെലാജിനിലെ പ്ലാന്റ് ആണ്. ഫേൺ ഫാമിലിയിൽ പെട്ട ഒരു പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത, ഇതിന് ഗ്രീൻ കളർ ലീഫാണുള്ളത്. പക്ഷേ അതിലൊരു വയലറ്റ് കളർ ഒക്കെ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. ഒരു പീക്കോക്ക് കളറാണ് ഇതിനുള്ളത്. ഒരു എന്താ പറയുക, ഒരു നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് നേരിട്ട് കാണുന്ന ഒരു ഭംഗി ഈ വീഡിയോയിൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് വേറെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്ലാന്റിൻ്റെ ഒറിജിനൽ ഫോട്ടോസ്. കാരണം ഞാൻ എടുത്ത ഫോട്ടോയിലും വീഡിയോയിലും അതിൻ്റെ ഒരു ഭംഗി കൃത്യമായിട്ട് കാണാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോസൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയത്, ഒരു ചെറിയ പ്ലാന്റ് വാങ്ങിയത് 100 റുപ്പീസിനായിരുന്നു. ഇതിൻ്റെ വില ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം എബവ് 300 ആണ് കണ്ടിട്ടുള്ളത്. 300 മുതൽ മുകളിലേക്കാണ് എല്ലാം വില കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണിത്. ഇത് ഈ പറമ്പിൽ ഇങ്ങനെ ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ആകെ എൻ്റെ കിളി പോയി. ഈ പ്ലാന്റൊക്കെ ഇവിടെ ഇങ്ങനെ നിറയെ നിൽക്കുന്നുണ്ടല്ലോ എന്ന്. ഇതിൻ്റെ ഗ്രീൻ കളർ മാത്രമുള്ള ലീഫൊക്കെ ഉള്ളതൊക്കെ നമുക്ക് സാധാരണ നമ്മുടെ പറമ്പിലും മുറ്റത്തൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയുണ്ട്. ആ ഒരു പ്ലാന്റ് അല്ല ഇത്. ഇത് വേറൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റാണ് നമുക്ക് അടുത്തായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചധികം തൈകൾ, ഒത്തിരി തൈകളൊന്നും ഞാൻ എടുത്തില്ല. ഒരു പോട്ടിൽ വെക്കാൻ പാകത്തിനുള്ള കുറച്ച് തൈകൾ മാത്രമേ ഞാനിവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പ്ലാന്റ് എനിക്ക് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം ഇത് നമുക്ക് ഇതുവരെ ഹണ്ടിങ്ങിലൂടെ കിട്ടാത്ത ഒരു പ്ലാന്റ് ആയിരുന്നു. ഈ പ്ലാന്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ, ചെടികളെ സ്നേഹിക്കുന്ന ആളുകൾ എതിലേ പോയാലും ഇങ്ങനെ ചെടികളൊക്കെ നോക്കി എല്ലാ വീടുകളിലെയും ഗാർഡനും ചെടികളും ഒക്കെ നോക്കി പോകുന്ന ഒരു ശീലമായിരിക്കും. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടാണ് ഇങ്ങനെ ഒരു ഹണ്ടിങ് ഒക്കെ തുടങ്ങിയിട്ടുള്ളത് ആളുകൾ. അപ്പോൾ അങ്ങനെ ഹണ്ടിങ് ഒക്കെ തുടങ്ങിയതിന് ശേഷം ഞാനും ഓരോ വഴിയിലൂടെ പോകുമ്പോഴും അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ എല്ലാ പറമ്പിലും റോഡ് സൈഡിലൊക്കെ നോക്കിയാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് വന്ന വഴിയിൽ നമ്മുടെ
വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നെല്ലിക്കുഴിയിൽ ടൗണിൻ്റെ നടുക്ക് തന്നെ കുറച്ച് സ്ഥലം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടുന്ന് ആണ് നമുക്ക് അടുത്ത ചെടി കിട്ടിയത്. ഈ ഒരു ചെടി നമുക്ക് ആദ്യമായിട്ടാണ് ഹണ്ടിങ്ങിൽ കിട്ടുന്നത്. ഇത് ഫൈക്കസ് പുമില എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ തന്നെ ഒരു ക്രീപ്പിംഗ് ഫിഗ് അങ്ങനെയും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. നമുക്ക് ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിങ്ങനെ നമ്മുടെ മതിലയിലൊക്കെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മതിലയിലൊക്കെ പടർന്ന് കയറി പോകുന്ന ഒരു ചെടിയാണ്. അതിൻ്റെയും കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ നമുക്ക് മതിലയിൽ കയറ്റി വിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. നല്ല ഭംഗിയാണിത് കാണാൻ. അപ്പോൾ ഇവിടെ ഈ മതിലയിൽ ഈ പ്ലാന്റ് ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കുകയാണ്. മതിലിൽ നിന്ന് പറ്റിപ്പിടിച്ച് വളർന്നതിന് ശേഷം പുറത്തേക്ക് ഒത്തിരി വളർന്നൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാട് പിടിച്ച ഒരു പ്രദേശമാണ് ഇവിടെ. അപ്പം നമുക്ക് നിന്ന് പറിക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇതിൻ്റെ കുറച്ച് തണ്ടുകൾ പറിച്ചെടുക്കുകയാണ് ചെയ്തത്. കട്ട് ചെയ്തെടുക്കണം എന്നാണ് വിചാരിച്ചത്. പിന്നെ അത് വലിച്ച് പറിച്ചപ്പോഴത്തേക്ക് അത് കിട്ടി എന്തായാലും. അപ്പോൾ ഇത് നമ്മൾ നടുമ്പോൾ ഇതിൻ്റെ വേരോട് കൂടി ഒന്നും നടണമെന്നൊന്നുമില്ല. വെറുതെ ആ തണ്ട് കുഴിച്ച് വെച്ചാൽ തന്നെ ചെടി പിടിച്ച് കിട്ടും. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തണ്ടുകൾ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തൊരു ചെടി നമുക്ക് കിട്ടിയത്, ഈ ചെടിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതിൻ്റെ ഒരു ഷേപ്പും ആ ഒരു ലീഫൊക്കെ കാണുമ്പോൾ ഒരു എപ്പീഷ്യ ഫാമിലിയിൽ പെട്ട ഒരു പ്ലാന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇതിൻ്റെ കളറും ഇതിൻ്റെ ഒരു ബ്രൗൺ പോലത്തെ എന്നാൽ കുറച്ച് വയലറ്റൊക്കെ പർപ്പിളൊക്കെ കൂടിയിട്ടുള്ള ഒരു കളറിലുള്ള ഒരു ചെടിയാണിത്. ഇതിങ്ങനെ മതിലയിൽ ഇങ്ങനെ നിറയെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മതിലയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് വെരിഗേറ്റഡ് പോലെ തോന്നിക്കുന്ന കുറച്ച് ഇലകളുള്ള ചെടിയും കൂടെ, ഈ സെയിം ചെടിയുടെ തന്നെ കുറച്ച് വേറൊരു വെറൈറ്റി ചെടിയും കൂടെ, അതിൻ്റെ 1-2 തൈയെ നമുക്ക് കിട്ടിയുള്ളൂ. അതും കൂടെ നമുക്ക് ഈ ഒരു ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മതിലയിൽ ഇത് ഒരുപാട് നിൽക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു തൈകൾ ഒരുപാട് നിൽക്കുന്നുണ്ട്. ഇത് പറിച്ചെടുക്കാനും നല്ല എളുപ്പമാണ്. ഇത് നാടുകാണിക്ക് പോകുന്ന വഴിക്ക് പാറായിത്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വലിയൊരു തോട്ടമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു മതിലയിലാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. ഇപ്പോൾ കോതമംഗലത്തുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നൊക്കെ ചെടിയൊക്കെ പറിച്ചു കേട്ടോ നിങ്ങൾ. കാരണം എപ്പോഴും ചോദിക്കാറുണ്ട്, കോതമംഗലത്തുള്ള ഒരുപാട് പേര് വീഡിയോ കാണുമ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെയാണ്, ഞങ്ങൾ പോയി പറിക്കാനാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെയൊക്കെ സ്ഥലം കൂടി ഒന്ന് പറയാമെന്ന് വെച്ചത്. അപ്പോൾ ഇവിടെ ഒരുപാട് ചെടികൾ ഇതിൻ്റെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഗ്രീൻ കളർ ലീഫുള്ള ചെടിയും നിൽക്കുന്നുണ്ട്. എപ്പീഷ്യ പോലത്തെ തന്നെ ഒരു ചെടിയാണിത്. ഇനി എപ്പീഷ്യയുടെ തന്നെ ഒരു വൈൽഡ് എപ്പീഷ്യയാണോ എന്ന് എനിക്കറിയില്ല. ഒരു കാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് കാട്ടുചെടി ആയിരിക്കും നമുക്ക് തോന്നി. എന്തായാലും കാട്ടിൽ നിൽക്കുന്ന ചെടി നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പം അത് വീട്ടു ചെടിയായി മാറുന്നു, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ കുറച്ച് തൈകൾ ഞാൻ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു മതിലയിൽ ഒരു ചെടി നിൽക്കുന്നത് കണ്ടു, നമ്മുടെ കലേഡിയം പ്ലാന്റ്. കലേഡിയത്തിൻ്റെ ഗ്രീൻ ലീഫിൽ വൈറ്റ് ഡോട്ടായിട്ടുള്ള പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ പ്ലാന്റ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് മാത്രമാണ് നമുക്ക് നേരത്തെ കിട്ടിയ ഒരു പ്ലാന്റ് ഉള്ളത് ഇന്നത്തെ ഹണ്ടിങ്ങിൽ. എന്തായാലും ഇതിൻ്റെ തൈകൾ ചെറുത് നിൽക്കുന്ന കണ്ടപ്പോൾ അതും നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെയും കുറച്ച് തൈകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സൺസെറ്റ് ബെല്ലാണ്. എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു ഒരുപാട് തിങ്ങി നിറഞ്ഞ് കാട് പിടിച്ചുണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തു എന്നുള്ളൂ. എൻ്റെ കയ്യിൽ ഈ പ്ലാന്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പ്ലാന്റ് കളക്ട് ചെയ്തിട്ടില്ല. ഈ പ്ലാന്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് വീട്ടിൽ വളർത്തുന്ന ചെടിയാണെന്ന് എനിക്കറിയില്ല. ഇതേപോലത്തെ ഒരു പ്ലാന്റ് വേറൊരു ചാനലിൽ അവർ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് നടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്ലാന്റ് കാണുന്നത്. പ്ലാന്റിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ക്രീപ്പിംഗ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണെന്ന് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോൾ. അതോ ഇനി ആ പ്ലാന്റ് പോലെ തോന്നിക്കുന്ന വേറൊരു പ്ലാന്റ് ആണോ ഇതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ കുറച്ച് തണ്ടുകൾ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ തണ്ടുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നല്ലൊരു വെരിഗേറ്റഡ് ലീഫൊക്കെയാണ് ഈ പ്ലാന്റിനുള്ളത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനത്തെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോസും അതുപോലെ തന്നെ ഗാർഡനിങ് വീഡിയോസും
പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഗാർഡനിങ്ങും പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.